ലാബ്സ് MH ഒപാത് കെയർ, എറിയാട്, കാര, അസ്മാബി കോളേജ്. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. മെട്രോപോളിസ് ലാബ്, കാര, അഞ്ചങ്ങാടി. എറിയാട് സാന്ത്വനം റെസിഡൻസ് അസോസിയേഷൻ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു. എറിയാട് സാന്ത്വനം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വ്യത്യസ്ത മേഖലകളിൽ വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചു. MES അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മെറിറ്റ് ഈവനിംഗ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡിയോ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ എഡിറ്റിംഗ് വർക്ക് മൊത്തത്തിൽ ചെയ്യാൻ ഉള്ള സൗകര്യമുള്ള സ്റ്റുഡിയോ നമുക്കുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടുന്ന അവരുടെ കരിയറിനും അവരുടെ പഠിത്തത്തിനും വേണ്ടുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും നമ്മൾ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ +2 കുട്ടികൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോളേജിലെ സൗകര്യങ്ങൾ വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസിഡന്റിനോട് തന്നെ പറഞ്ഞാൽ മതിയാവും. നമുക്ക് ഒരു ദിവസം അതിനുള്ള സൗകര്യം ഒരുക്കാം. കോളേജിലുള്ള സൗകര്യങ്ങൾ എന്താണ്, അസ്മാബി കോളേജിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലെ സങ്കല്പം എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെയാണല്ലോ. തൊട്ടടുത്തുള്ള സൗകര്യങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും വേണ്ടത്ര ധാരണ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോളേജിൽ വന്ന് അവിടുത്തെ പുതിയ സൗകര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അസ്മാബി കോളേജിലേക്ക് സ്വാഗതം. പിന്നെ ഇവിടെ ഇന്ന് മികച്ച വിജയം നേടി ആദരിക്കപ്പെടുന്ന എല്ലാ പ്രതിഭകൾക്കും അഭിനന്ദനങ്ങൾ. അവരുടെ തുടർന്നുള്ള പഠനവും കരിയറും ഒക്കെ ഏറ്റവും നല്ല രീതിയിലാവട്ടെ. പിന്നെ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം, കുട്ടികളെ കണ്ടതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിക്കാനിടയുണ്ടായത്. +2 കുട്ടികളെ പോലെ എനിക്ക് തോന്നിയില്ല. പഠനോപകരണ വിതരണം ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു റെസിഡൻസ് അസോസിയേഷൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അപ്പോൾ സാന്ത്വനം റെസിഡൻസ് അസോസിയേഷനോടും അവരോടും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KK കുഞ്ഞിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ഈ 14 വർഷത്തിൽ 13 വർഷം ഞാൻ തന്നെയാണ് അതിന്റെ പ്രസിഡന്റ്. ഏതായാലും അത്യാവശ്യം തിരക്കുന്നുണ്ടെങ്കിലും എന്റെ വീടിന്റെ മുറ്റത്തുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിൽ ആളുകളുമായി നിരന്തരം ബന്ധമുണ്ടാക്കാവുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് ഞാൻ തുടരുന്നത്, അല്ലെങ്കിൽ എന്നെ തുടരാൻ നിർബന്ധിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ചുറ്റുപാടും ജീവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ വീടാകുന്ന കിറ്റുകൾ നൽകി, വെള്ളപ്പൊക്കം ഉണ്ടായ സമയം കോഴിക്കോട് സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ KA സിറാജ് പഠനോപകരണ വിതരണം നടത്തി. സെക്രട്ടറി TK ഇക്ബാൽ സ്വാഗതവും ട്രഷറർ VK അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. KK സുബ്രഹ്മണ്യൻ, PK മുഹമ്മദ്, CB മുഹമ്മദ്, PA സിദ്ദിഖ്, ബിന്ദു രാജീവ്, PA മുഹമ്മദ് സഗീർ, AA മുഹമ്മദ് സഗീർ, അബ്ദുൾ ജബ്ബാർ, MA ഹൈദുരോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.